ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തളപതി 69 കാസ്റ്റിങ്ങിൻ്റെ ഒരു അപ്ഡേഷനാണ്. അപ്ഡേഷനല്ല, അവർ കാസ്റ്റിംഗ് വെളിവിട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം. പറ്റുമെങ്കിൽ ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരിക്കും. ഇതുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്കൊക്കെ ഈ കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ട് കാണും. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പേ തളപതി 69 ഡയറക്ഷൻ്റെ ഒക്കെ അപ്ഡേഷൻ നേരത്തെ വന്നതാണ്. വിനോദ് ഡയറക്ഷൻ, KVN പ്രൊഡക്ഷൻ. ഇത്രയും അവർ നേരത്തെ വെളിവിട്ടതാണ്. ഈ 2 ദിവസം മുമ്പ് എൻ്റെ കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വെളിവിട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ സാമന്ത ആക്ട്രസ്സായിട്ട് വരുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അത് പൂജ ഹെഡ്ജിലോട്ട് മാറിയിട്ടുണ്ട്. പൂജ ഇപ്പം ഒരു പടം ഇറങ്ങിയിട്ട് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഒരു ഡയറക്ടർക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് തൊട്ട് അത് ഫുൾ ഒരു പ്രോഡക്റ്റായിട്ട്, എന്നുവെച്ചാൽ ആ ഒരു സിനിമ ഫുള്ളായിട്ട് ഇറങ്ങി കഴിഞ്ഞ് എൻ്റെ അഭിപ്രായം വരുന്നിടം വരെ ആ ഒരു ഫുൾ ഉത്തരവാദിത്തം ആ ഒരു ഡയറക്ടർക്കാണ് വരുന്നത്. ഇതിൻ്റെ വിനോദ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രതീക്ഷയില്ലാത്ത ഒരു ഡയറക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത്ര പ്രതീക്ഷയില്ലാത്തൊരു ഡയറക്ടറെ. എനിക്ക് ആകെ പുള്ളി ചെയ്തത് എനിക്ക് തീരനും ഈ നേർക്കൊണ്ട പാർവയും അജിത്തിനെ വെച്ച് ചെയ്ത് ആ ഒരു പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടേ. പക്ഷേ അതൊക്കെ ഒരു ആക്സിഡൻ്റലി ഹിറ്റാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു ഡയറക്ടർ എന്നൊരു രീതിയിൽ മാത്രം ഇരുന്ന് ഹിറ്റാവുന്നതല്ല. അത് പൊതുവേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഹിറ്റാവുന്ന എത്രയോ സിനിമകളുണ്ട്. അതുപോലെ ഹിറ്റായി വരുന്ന സിനിമകളാണ് അതൊക്കെ. പക്ഷേ എന്നും പറഞ്ഞ് പുള്ളി അത് കഴിഞ്ഞിട്ട് ചെയ്ത 2 സിനിമ ഒരു ആറ്റം ബോംബായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന സിനിമയാണ് തളപതി 69. അത് നേരത്തെ അവർ വെളിവിട്ടതാണ്. വിജയുടെ അവസാനത്തെ സിനിമയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഉള്ളൊരു ഹൈപ്പ് ഇപ്പോഴും സിനിമയ്ക്കുണ്ട്. പക്ഷേ അത് പ്രൊമോട്ട് വലിക്കുന്ന ഡയറക്ടറുടെ ഒരു കുറവാണ്. ഇപ്പം ഡയറക്ടർ കാസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു പോരായ്മ. ഇപ്പോൾ ഒരു സിനിമ മാത്രമല്ല, അതിനകത്ത് കാസ്റ്റിങ്ങും അതിൻ്റെ ഉത്തരവാദിത്വം ഒരു ഡയറക്ടറുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പം മുരുകദാസിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് സർക്കാരും ദർബാറും അല്ലാതെ തുപ്പാക്കി, കത്തി, ഇതിനകത്തേക്കുള്ള വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ എന്നുവെച്ചാൽ നായകനുമായിട്ട് എന്നുവെച്ചാൽ വെറൈറ്റി ഒരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. പിന്നെ ലിയോ വിജയുടെ സിനിമയ്ക്കകത്ത് എന്നുവെച്ചാൽ അവർക്ക് കാസ്റ്റ് ചെയ്തവർക്ക് പ്രത്യേകിച്ച് ഒരു ഇത് കിട്ടിയില്ലെങ്കിലും അതിനകത്ത് ഒരു കാസ്റ്റിംഗ് ഒരു ഗംഭീര കാസ്റ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അവർ കാസ്റ്റിംഗ് ആദ്യമേ വിളിവിട്ടതാണ് ഇതിനകത്ത് വില്ലൻ്റെ കാര്യം. ബോബി ഡിയോൾ, ആ ബോളിവുഡ് ആക്ട്രസ്സാണ്. ആനിമലിനകത്ത് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആനിമലിനകത്താണ്. പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ സൗത്ത് ഇന്ത്യക്കാരെല്ലാം പുള്ളിക്കാരൻ അതായത് ബോബി ഡിയോളിനെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അതിനകത്തോട്ട് വലിയ പ്രതീക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി പിടിക്കണം. ഇപ്പോൾ എല്ലാത്തിനകത്തും അത് തന്നെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് സിനിമ ആസ്വാദനത്തെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പോൾ അനിമലിനെ കണ്ടുകൊണ്ട് തന്നെ വേറെ ഒരു സിനിമയ്ക്കകത്ത് അതേ ഒരു ക്യാരക്ടർ തന്നെ പിടിച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത്ര ഇത് തോന്നിയില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നമ്മൾ നേരത്തെ സിനിമയിൽ കണ്ടത് അത് തന്നെ പിന്നെ എടുത്ത് ഇതിനകത്തോട്ട് കാണിക്കുമ്പോൾ അത് അത്ര എറിക്കത്തില്ല. അത് തന്നെയാണ് എനിക്കും തോന്നിയത്. അത് ഇതിനകത്ത് ബോബി ഡിയോൾ പക്ഷേ വില്ലൻ ക്യാരക്ടർ ഈ പുള്ളി നല്ലോണം ചെയ്യുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് തന്നെ അടുപ്പിച്ച് വില്ലനായിട്ട് വരുമ്പോൾ അത് ബോറായിട്ട് തോന്നുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അവർ വെളിവിട്ടയാണ് പ്രകാശ് രാജ് അറിയാലോ, ചെല്ലോ 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 ചെല്ലോ. അതായത് ഒരു 10-20 വർഷത്തിന് മുമ്പ് പുള്ളി നല്ല രീതിയിൽ ഇത് ചെയ്യും. അതായത് വില്ലൻ റോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം തമിഴ് സിനിമയിൽ തന്നെ മിക്ക സിനിമയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വില്ലൻ റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശ് രാജ് അതിനകത്ത് കാണും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇതിനെക്കാട്ടിലും വലിയ വില്ലന്മാരുടെയൊക്കെ കാലമാണ്, അഴിഞ്ഞാടുന്ന കാലമൊക്കെയാണ്. ലോകേഷിൻ്റെ സിനിമ എടുത്ത് നോക്കിയാൽ പക്ക വില്ലനിസം കാണിക്കുന്ന കറക്റ്റ് ആൾക്കാരെയൊക്കെയാണ് പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നി, അടുത്തൊരു ദുരന്തം കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയാണ് പ്രകാശ് രാജിൻ്റെ ഇപ്പോഴത്തെ സിനിമ കണ്ടാലറിയാം. രക്തം കൊണ്ട് എഴുതിയ കഥയാണ്, വായിക്കാൻ ആവില്ല പറഞ്ഞാൽ ഇതേപോലെ ഒരു കാതികൻ്റെ എന്ന് വെച്ചാൽ ഒരു കഥാപ്രസംഗക്കാരൻ്റെ റോളാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അതിന് തുടക്കം തൊട്ട് അവസാനം മറ്റേ വന്നിരുന്ന കഥ പറയുക. ഇപ്പോൾ കുറച്ച് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു റോളാണ് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. എനിക്ക് അത് പുള്ളിക്കാരൻ്റെ ആ ക്യാരക്ടറൊക്കെ കണ്ട് മടുത്തിയ പുള്ളിക്കാരനെ ഇപ്പം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ജീവിക്കണം, സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് എനിക്കത്ര ഒരു ദുരന്തം കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പ്രകാശ് രാജിനെ തോന്നിയത്. പിന്നെ വന്നത് പ്രിയ മണി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിങ്ങിൽ കൂടെ എന്നുവെച്ചാൽ അഭിനയം വെച്ച് എങ്ങും എത്താത്തൊരു ആക്ട്രസ്സാണ് പ്രിയ മണി. ആദ്യത്തെ ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഈ പ്രിയ മണി ഫേമസ് ആയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഗതി പിടിക്കാത്തൊരു ആക്ട്രസ്സാണ് പ്രിയ മണി. ഗതി പിടിച്ചിട്ടില്ലെങ്കിൽ അവർ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യും. അതായത് തുണി മേടിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ കൂട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പോപ്പുലർ ആവാൻ നോക്കുന്ന കുറച്ച് പേരുണ്ട്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ നിന്ന് ആയാലും അങ്ങനെ ഗതി പിടിക്കാതിരുന്നിട്ട് ഇതേപോലത്തെ പല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് തെലുങ്കന്മാർക്ക് അതൊന്നും വേണ്ടത് അവിടെ പോയി എന്നിട്ട് കുറച്ച് ബേക്കഡ് സീനുകളും ഇങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ അവതരിപ്പിച്ചാണ് പ്രിയമണി ഇച്ചിരി പോപ്പുലർ ആയത്. അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റോഡിൽ കൂടെ
ഒരാൾ ഡ്രസ്സില്ലാതെ ഓടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുന്നതിൻ്റെ തൊട്ട് കളിയാക്കാൻ നോക്കിക്കുന്നതിൻ്റെ തൊട്ട് ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ അത് ശ്രദ്ധിക്കും. അങ്ങനെ കയറി വന്നെയാണ് പ്രിയാമണി. അല്ലാതെ ആക്ടിംഗ് ബേസിൽ പ്രിയാമണി എങ്ങും എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ തലപതി 69 എന്തോ കാസ്റ്റ് ചെയ്തതും ഒരു പൊട്ടൻ കാസ്റ്റിംഗ്, ഒരു ചവറ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പ്രിയാമണി എനിക്ക് തോന്നിയത്. എൻ്റെ അതുപോലെ ഇത് മാത്രമല്ല, മലയാളത്തിൽ വേറെയും ആക്ട്രസ്മാർ ഇതേപോലെ ഗതി പിടിക്കാതെ പോയി അത് ചെയ്ത് ഗതി പിടിക്കാതെ തെലുങ്കിലൊക്കെ പോയി ഓരോ വൃത്തികെട്ട ഇതിലും എന്ന് വെച്ചാൽ ശരീരഭാഗങ്ങൾ കാണിക്കാനും ഒക്കെ പോയി ചെയ്തിട്ട് അവിടെ ചൂലും കൊണ്ട് എന്ന് വെച്ചാൽ അവിടെയും ഗതി പിടിക്കാനായിട്ട് ചൂലും കൊണ്ട് അടിച്ച് ഓടിച്ച് വിട്ടിട്ട് ഇവിടെ മലയാളത്തിൽ വന്നിട്ട് പിന്നെയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ആകെ എന്തോ മൊത്തത്തിൽ പോപ്പുലറായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അസീനാന്ന് തോന്നുന്നു കുറച്ച് നല്ല രീതിയിൽ പോപ്പുലറായിട്ട് വന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും ആരും അങ്ങനെ പോയി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുണ്ട്. അല്ലാതെ ഒരു രീതിയിൽ എന്തോ ഒരു സ്വന്തം ഒരു കഴിവുകൊണ്ട് രക്ഷപ്പെട്ട് വന്നവർ ഇവർ രണ്ടുപേരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഗൗതം മേനോനുണ്ട്. അറിയാമല്ലോ, ഗൗതം മേനോൻ്റെ പുള്ളിയുടെ ആ ഒരു തുടക്കം തൊട്ട് ഉള്ളൊരു ക്യാരക്ടർ തന്നെ എല്ലാ സിനിമയിലും കാണിക്കുന്നത്. പിന്നെ നരയനുണ്ട്. നരയനാണെങ്കിൽ ആകെ ഫേമസ് ആയത് അതൊക്കെ ഇതെല്ലാം ചവറ് കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുന്നത്. എന്തോ നരയനുണ്ട്. നരയനാണെങ്കിൽ ആകെ എന്തോ ഈ ലോകേഷിൻ്റെ പടം ഇല്ലെങ്കിൽ പുള്ളി വട്ടപ്പൂജി വരുന്നത്. ഏതാ ബിനോയ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ പുള്ളി വട്ടപ്പൂജിയാവും. ഇതിനകത്ത് ഇനി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഒരു ഇതുപോലെ അതിനകത്ത് തന്നെ എന്തോ ഈ വിക്രത്തിനകത്ത് കാണിച്ച അതേ റോള് തന്നെ ആയിരിക്കും, വിക്രത്തിൻ്റെ കയ്യിൽ കാണിക്കുന്ന അതേ റോള് തന്നെ ആയിരിക്കും ഇതിനകത്തും അവർ കാണിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ മമിത ബൈജുവിനെയും എനിക്ക് അത്ര മമിത ബൈജു നേരത്തെ ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടായിരുന്നു വിജയുടെ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടെന്ന്. അത് നടക്കട്ടെ. എനിക്കത്ര ഇത് ഇഷ്ടപ്പെട്ടവർ കാണും. അല്ലാതെ ഇതിനകത്ത് എനിക്കത്ര മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് മമിത ബൈജുവിനെയും തോന്നിയത്. പിന്നെ അതിനകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആകെ ഉള്ളൊരു കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൂജ ഹെഗ്ഡെ ഇതിനകത്ത് ആക്ട്രസ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര കുറച്ചെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് ഈ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. കാരണം ഇതിന് മുമ്പ് സാമന്ത ചേച്ചി വരുമെന്നായിരുന്നു എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. കാരണം ഒരു വില്ലനീസം കാണിക്കാൻ പറ്റിയ ഒരു ആക്ട്രസ് സമന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ റോളും പുള്ളിക്കാരി എല്ലാ റോളും ചെയ്ത് വിജയിക്കുകയാണ്. അപ്പം റൊമാൻറ്റിക് ചെയ്തിട്ടുണ്ട്, വില്ലൻ ചെയ്തിട്ടുണ്ട്. അതായത് 12 വിക്രത്തിനകത്ത് ഡബിൾ റോള് എന്ന് വെച്ചാൽ ഒരു മാഡ് ക്യാരക്ടറും ഒരു വില്ലൻ ക്യാരക്ടറും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാ റോളും ചെയ്ത് കഴിവ് തെളിയിച്ചാണ് സാമന്ത എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ഫാൻസ് അസോസിയേഷൻ രീതിയിൽ എന്ന് വെച്ചാൽ അസോസിയേഷൻ രീതിയിൽ നല്ല രീതിയിൽ ഒരു ആക്ഷൻ പടം ചെയ്യാനുള്ള രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിലി മാനും അല്ലാത്തുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി, പുള്ളിക്കാരിയെ മാത്രം നോക്കിയായിരുന്നു പോയിരിക്കുന്നത്. അതായത് സാമന്തയെ പറ്റി. അപ്പം പുള്ളിക്കാരി വരുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. എനിക്ക് പൂജ ഹെഗ്ഡെക്കാട്ടിലും കുറച്ചും കൂടി ഒരു താല്പര്യം ഇതിനെയായിരുന്നു. പിന്നെ പൂജ ഹെഗ്ഡെയും കുഴപ്പമില്ല. ബീസ്റ്റ് അറിയാലോ, ബീസ്റ്റ് ആണെങ്കിൽ ഒരു അറബി കുത്ത് സോങ് കഴിഞ്ഞിട്ട് അവർ ആ മാളിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് ഡൗൺ ആയി പോയിട്ടുണ്ട്. അതിനെ ഒന്ന് പിടിച്ചു നിർത്തുന്നത് വെച്ചാൽ വിജയക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് പിടിച്ചു നിർത്തുന്നത് ഈ പൂജ ഹെഗ്ഡെയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സീന് കണ്ടു കഴിഞ്ഞപ്പം പടം ഇങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, എങ്ങോട്ടാ വെച്ചൊരു ദുരന്തത്തിലോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവും. പിന്നെ അതിനകത്ത് കുറച്ച് നേരം കണ്ടോണ്ടിരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പൂജ ഹെഗ്ഡെയാണ് കുറച്ച് നേരം കണ്ടോണ്ടിരുന്ന് ആ ഒരു സിനിമ തീർക്കാൻ തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനം പൂജ ഹെഗ്ഡെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ആകെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ പൂജ ഹെഗ്ഡെ കാസ്റ്റ് ചെയ്തതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ചവറ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു തലവതി 69 എനിക്ക് പേഴ്സണലി തോന്നിയത്. പൂജ ഹെഗ്ഡെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു സമയത്തുള്ളതല്ല ഈ ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു 10-20 വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ് വേട്ടക്കാരൻ, സൂറ, ഇതേപോലെയൊക്കെയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാസ്റ്റിംഗ് ആണ് ഇപ്പം ഇതിനകത്ത് എച്ച് വിനോദ് കൊടുത്തേക്കുന്നത്. എച്ച് വിനോദിന് ഒരു കാസ്റ്റിംഗ് കാണുമ്പോഴേ അറിയാം ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ മൂള അവിടെ വരെ ഉണ്ടെന്ന്. ഇപ്പം തന്നെ ഏകദേശം പടം 60% ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി അത് ഏത് ടൈപ്പിലുള്ള പടമാണെന്നാണ് നോക്കേണ്ടത്. ഞാൻ പേഴ്സണലി ഒരു വിജയുടെ ഒരു മസാല കൊമേഴ്ഷ്യൽ പടങ്ങൾ ഇപ്പോൾ കണ്ട് മടുത്ത്. ഈ ലാസ്റ്റ് പടമെങ്കിലും ഇച്ചിരി നല്ല വെറൈറ്റി പിടിച്ച് ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഗോട്ടിനകത്ത് ആ വില്ലൻ റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. അതേപോലൊക്കെ ഒരു നല്ല കട്ടയായിട്ട് നിൽക്കുന്ന ഒരു റോളൊക്കെ ആണെങ്കിൽ കൊള്ളാം. അല്ലാതെ ഈ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ ഈ ഒരു കാസ്റ്റിംഗ് വെച്ച് ഇത് ഏത് ടൈപ്പിലുള്ള ഏത് ജോണറിൽ പെട്ട പടമാണെന്ന് ഒരു ചെറിയൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോറി പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊഹിക്കാനുള്ള സ്റ്റോറികൾ ഇപ്പം തന്നെ ഏകദേശം ഒരു സ്റ്റോറി കിട്ടി. ഒരു ഫാമിലി ബേസ് ഇത്രയും വെച്ച് നോക്കുകയാണെങ്കിൽ ഫാമിലി ബേസ് ഒരു കൊമേഴ്ഷ്യൽ പടത്തിനുള്ള ഒരു കാസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ഉള്ളത്. അതിനകത്ത് ഈ ചവർ പ്രിയാമണിയൊക്കെ പിടിച്ചിട്ട് അത് കുറച്ചും കൂടെ ഡൗൺ ആക്കാൻ നോക്കുക. കാരണം ഇത്രയും ഡൗൺ ആയി കഴിഞ്ഞാലും കുറച്ചും കൂടെ ഡൗൺ ആക്കാനാണ് ഇതേപോലെയുള്ള കാസ്റ്റിംഗ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ KVN പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ KVN പ്രൊഡക്ഷൻ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതായത് മലയാളത്തിൽ ഒരു വർഷം ചെയ്യുന്ന സിനിമകൾ അവർക്ക് വേണമെങ്കിൽ ഒരു സിനിമയ്ക്കകത്തൂടെ മുടക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്. എനിക്കൊന്ന് രാജമൗലിയുടെ RRRനകത്തൊക്കെ ഇവർ പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അത് കിട്ടിയത് തന്നെ വലിയ കാര്യം. പക്ഷേ എച്ച് വിനോദാണ് ഇതിനകത്തെ നെഗറ്റീവ്. ആകെ നെഗറ്റീവ് എച്ച് വിനോദ. ഇത് ഇപ്പം തന്നെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു.
ആദ്യമേ ചെയ്യുന്നത് 500 പേരുള്ള ഡാൻസിൻ്റെ ഒരു ഷൂട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ പടം ഏത് ടൈപ്പിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കൊമേഴ്ഷ്യൽ പടം, അതിന് മേലിലൊന്നുമില്ല, പക്ക കൊമേഴ്ഷ്യൽ പടം. ഇതൊക്കെ എവിടെ എത്തുമെന്ന് കണ്ടറിയാം. ഞാൻ ടോട്ടലി എനിക്ക് ഈ ഒരു കാസ്റ്റിംഗ് വെച്ച് ഈ പടം ഡൗൺ ആകുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിജയുടെ അവസാനത്തെ പടം അതിൻ്റെതായിട്ടുള്ള ഹൈപ്പ് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ട്. പക്ഷേ ഇത് ടോട്ടലി ഈ ഒരു പടം കാസ്റ്റിംഗ് വെച്ച് എനിക്ക് കഥ ഏത് ടൈപ്പിലുള്ള പടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പടം നല്ലതായിട്ട് വരട്ടെ. വിജയുടെ അവസാനത്തെ പടമാണ് അതെങ്കിലും ഒന്ന് എച്ച് വിനോദ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എച്ച് വിനോദിനെ ഇതാകുക. അത്രയ്ക്കും ദേഷ്യമാണ് എച്ച് വിനോദിനോട് ഈ ഒരു കാസ്റ്റിംഗ് വെച്ച് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ.